ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനിലെ എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. പിന്നെ നമ്മൾ റമദാൻ്റെ ദിവസങ്ങളിൽ രാവിലെ അത്താഴെല്ലാം കഴിച്ച് സുബ നമസ്കാരവും ഒത്തും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ടൊന്ന് കിടന്നുറങ്ങും കേട്ടോ. എന്നിട്ട് ഒരു 8 മണിയാവും എണീക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് 8:15 ബസ് വരും. ഫുഡൊന്നും കൊടുക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അവർ റെഡിയായിട്ട് അങ്ങനെ ഒക്കെയും മക്കളും എല്ലാം പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ക്ലീനിങ് ആണ്. മുറ്റൊന്ന് അടിച്ചാരും പിന്നെ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കും. പിന്നെ ഇതാ എല്ലായിടത്തും എന്താ പറയുക ബെഡ്ഷീറ്റ് ഇരിക്കലും സെൻട്രാളും എല്ലാം ഒന്ന് അടുക്കി പിറക്കി വെക്കും. തുടക്കാനുണ്ടെങ്കിൽ തുടക്കും. പിന്നെ അത്താഴത്തിൻ്റെ ടൈം തന്നെ കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കും. അതുകൊണ്ട് കിച്ചണിൽ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ രാവിലെ തന്നെ ഇതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനവും. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരുത്തൊരു 4 മണിക്കാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4:30 മണിക്ക്. ഇന്നിപ്പം കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ഇന്ന് കിച്ചണിൽ കുറച്ചധികം പണിയുള്ള ദിവസമാണ്. കാര്യം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആണപ്പത്തിരിയാണ്. ആണപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിക്കില്ല ഉള്ളി എന്താ പറയുക വെളുത്തുള്ളി കാര്യങ്ങൾ എല്ലാം റെഡിയാക്കി എടുക്കലാണ്. ഞാനിപ്പം ബീഫ് വെച്ചിട്ടാണ് ആണപ്പത്തിൽ ഉണ്ടാക്കൽ. ആണപ്പത്തിൽ കക്കറൊട്ടി എന്തെല്ലോ പേര് പറയലുണ്ട്. പക്ഷേ നമ്മളെ ഭാഗത്ത് ആണപ്പത്തിൽ നിന്നാണ് പറയൽ. ഞാനിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ കുക്കറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉള്ളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ഞാനില്ലേ ആണപ്പത്തിരി ഉണ്ടാക്കുമ്പം ഒരു ഉള്ളി മാത്രമേ ചേർത്ത് കൊടുക്കൂ. പല എന്താ പറയുക നാട്ടിലും പല ടേസ്റ്റാണ്. എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇതാ ഒരു ഉള്ളി ഒന്ന് വഴറ്റാനിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കും കേട്ടോ. ഞാൻ അത് ബീഫായാലും ചിക്കനായാലും എല്ലാം ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കും. നമ്മൾ ഓരോരോ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഓരോരോ ഫുഡ് നമ്മൾ പറയൂലേ അത് അത്ര ടേസ്റ്റ് ഇല്ല, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, അവരുടെ കൈപ്പുണ്യമൊന്നെല്ലാം അങ്ങനെയൊന്നല്ല കേട്ടോ. നമ്മൾ കുറച്ച് ക്ഷമയോടെ കുക്ക് ചെയ്യുകയാണെങ്കിലേ എല്ലാം അടിപൊളി ടേസ്റ്റി ആക്കാൻ കഴിയും. ഉള്ളിയെല്ലാം നല്ലോണം വഴറ്റിക്കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റ് വരും. നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ ചിരകിയിട്ട് പാക്കറ്റാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരും. നമ്മൾ ഉരിച്ചിട്ട് അങ്ങനെ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കലാണ്. ഉള്ളി ഒന്ന് വാടി വരുന്ന ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കലാണ്. ഞാനിപ്പം ഒരു ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും ഒരു 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കിലോ ബീഫിലാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമ്മൾ ആണപ്പത്തിൽ തേങ്ങ ഒഴിച്ചിട്ടല്ലേ ചെയ്യുക കറി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഉള്ളിൻ്റെ അളവ് 1 മതിയെന്ന് ഞാൻ പറഞ്ഞത്. കാര്യം തേങ്ങക്കും ഒരു മധുര ടേസ്റ്റ് ഉണ്ടാവും, ഉള്ളിക്കും മധുര ടേസ്റ്റാണ്. മധുരം ഒരു ടേസ്റ്റ് കൂടിപ്പോവും. അതുകൊണ്ടാണ്. ഇനിയിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കലാണ്. 3 4 ചേർത്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കുക.
ആ ഒരു ടൈമിലില്ലേ ഞാൻ ഒരു 2 മണിക്കൂർ മുന്നേ നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, പുഴുങ്ങലരി, അത് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് തിളച്ച് വരുന്ന വെള്ളത്തിലിട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചതാണ്. അതിലേക്ക് ഇപ്പം ഇതാ വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ, വലിയ ജീരകം എന്ന് പറയുമ്പോൾ ഫെനൽ സീഡില്ലേ അത്, പിന്നെ ഒരു ചെറിയ ഉള്ളി, അരമുറി തേങ്ങ എല്ലാം കൂടിയിട്ട് അരച്ചെടുക്കലാണ്. ഒരു ടൈമിൽ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ തന്നെ ക്രഷ് ചെയ്ത കുരുമുളക്, 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ഉള്ളിയും തക്കാളിയിൽ നല്ലോണം പേസ്റ്റ് ആയിട്ട് വരണം, എന്നാലാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക, പക്ഷേ ടേസ്റ്റിൽ നല്ല മാറ്റം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലി മുളക് മിക്സാണ്. ഞാനിപ്പോൾ മല്ലി മുളക് മിക്സാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ മുളക് വേറെ മല്ലി വേറെയാണെന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്ക് 1 ടേബിൾ സ്പൂണിലും കുറവ് മുളക് പൊടി എടുത്താൽ മതി കേട്ടോ. കാര്യം മല്ലി മുളകെല്ലാം ഇതിൽ കുറച്ച് മതി, നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടല്ലേ ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് നല്ലോണം ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കിലോ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ബീഫിൻ്റെ അളവാണ് ഞാനീ പറഞ്ഞത്. 1/2 കിലോനെല്ലാണെങ്കിൽ 1/2 മുറി ഉള്ളി മതി കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 8 വിസിൽ വരെ വേവിച്ചെടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനും കൂടി ചെയ്യാം. ചിക്കൻ ആണെങ്കിൽ ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ ഇതാ ഞാൻ തേങ്ങ വറുത്ത് അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ അതിട്ട് കൊടുക്കലാണ് 1 ടേബിൾ സ്പൂൺ. ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ ഒരളവിലെ 1.5 മുറി തേങ്ങ, ഒരു തേങ്ങയും ഒരു തേങ്ങൻ്റെ ഹാഫ് ഉണ്ടാവില്ലേ അതും കൂടി ചിരകിയത് ചേർത്ത് കൊടുക്കുക. കാര്യം ഈ ഒരു ആണപ്പത്തിലെ എപ്പോഴും ടേസ്റ്റ് കൂടാൻ കാര്യം തേങ്ങാപ്പാൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് അധികം തേങ്ങ, എത്രമാത്രം നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം ഞാനിതാ 2 മീഡിയം സൈസിലുള്ള തേങ്ങ ചിരകിയതും പിന്നെന്താ 1 ടേബിൾ സ്പൂണും ഫെനൽ സീഡും മഞ്ഞൾപ്പൊടി, വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇതാ ഞാൻ അരി അരച്ചിട്ടില്ലേ അതിലേക്ക് നമ്മളെ കണ്ണൂർ പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിലില്ലേ പച്ചരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ അത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2-3 മണിക്കൂർ അടച്ച് വെക്കുക. എന്നിട്ട് അരച്ചിട്ട് അതിലേക്ക് ഈ ഒരു പച്ചരിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടും. ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ തേങ്ങ വറുത്തെടുക്കലാണ്. നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഇതിലേക്ക് ചെറിയ പീസ് ഉള്ളി ഇടുന്നവരുണ്ട്, ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, കാര്യം മധുരം കൂടുന്നതുകൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുന്നേരി വെച്ചിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കലുണ്ട് നമ്മൾ ഭാഗത്ത്. ആ ഒരു കഞ്ഞിക്ക് വേണ്ടിക്ക് 1 തേങ്ങ, പിന്നെ എന്താ പറയുക 1/2 മുറി സവാള, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 5 ചെറിയ ഉള്ളി, അത് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ആ ഒരു ടൈമിൽ ഇതാ നമ്മൾ അണപ്പത്തിരി ഉണ്ടാക്കേണ്ട വെള്ളം കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നില്ലേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, അണപ്പത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്നതന്നെയല്ലേ കക്കറൊട്ടി, പക്ഷെ പലരുടെയും പല ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ ചില ആൾക്കാർ ഇത് ഞാൻ കഴിക്കുമ്പം ഒരു മുളക് കുറച്ച് കൂടിയ പോലെ, അല്ലാന്നുണ്ടെങ്കിലും മധുര ടേസ്റ്റ് ആയിട്ടില്ല എനിക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാനും ഇഷ്ടം കുറവാണ്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കക്കറൊട്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളിൻ്റെ അളവ് കുറക്കുക, തേങ്ങൻ്റെ അളവ് കൂട്ടുക, പിന്നെ മുളക് മല്ലിയെല്ലാം കുറച്ച് കുറക്കണം തേങ്ങാപ്പാലുള്ള കറി ഉണ്ടാക്കുമ്പം. എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ആ ഒരു തേങ്ങാപ്പാലിൽ വന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കിക്കോ. എൻ്റെ ഒരുപാട് റെസിപ്പീസ് ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇർഫാന പറഞ്ഞ പോലെ തന്നെയാണ് ഉണ്ടാക്കൽ, അടിപൊളി ടേസ്റ്റാണ് അങ്ങനെയെല്ലാം കമൻറ്റ് കാണാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഒന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്കും രുചിച്ചറിയാൻ പറ്റും കേട്ടോ. നമ്മളെ കൈപ്പുണ്യമൊന്നുമല്ല, മെയിൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുളകും കാര്യങ്ങളെല്ലാം ഇടുന്നത് കുറച്ച് മാറിപ്പോകുന്നതുകൊണ്ടാണ് ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാൽ നമ്മൾ ഇടുന്ന മുളകിലും ഉള്ളിയിലും പിന്നെ തേങ്ങാപ്പാലിലും എല്ലാം വ്യത്യാസം വരുത്തിക്കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ആണപ്പത്തിലുള്ള തേങ്ങ അരക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കഞ്ഞിയിലേക്കുള്ള പയർ ഒന്ന് വറുത്തെടുക്കലാണ്. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വറുത്തെടുക്കണം, ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇതിപ്പം ചെറുപയറിൻ്റെ അലവ് എന്ന് പറയും. നമ്മൾ പച്ചപ്പയറുണ്ടാവില്ലേ, കഞ്ഞിക്കെല്ലാം ഉണ്ടാക്കുന്ന പയർ, അതിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ്. അത് പകുതിയായിട്ട് കട്ടാക്കിയതും ഷോപ്പിൽ കിട്ടും. അതാകുമ്പോൾ
എന്താ പറയുക കുറച്ചുകൂടി ടേസ്റ്റിയാവും. പിന്നെ പയർ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി മതി ബിരിയാണി അരി. ഞാനിപ്പോൾ 1 കപ്പ് പയറാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ബിരിയാണി അരിയാണ് എടുക്കൽ. ഇത്രയൊന്നും വേണ്ട കേട്ടോ. 1/2 കപ്പ് പയറും 1/4 കപ്പ് ബിരിയാണി അരിയും മതി കുറച്ച് പേരെല്ലാണെങ്കിൽ. എന്നിട്ട് നല്ലോണം കഴുകിയെടുക്കുക. എന്നിട്ട് കുതിർത്ത് വെക്കുക ഒരു 5-10 മിനിറ്റ്. പയർ നല്ലോണം വറക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജ് എന്നില്ലേ കുറച്ച് വളയും മാലയും കമ്മലും എല്ലാം അയച്ചു തന്നിട്ടുണ്ട് അതിന്. ഇതിപ്പം അയച്ചു തന്നിട്ട് 1 മാസം എന്താ പറയുക 2 മാസം എങ്ങാനും ആയി. പക്ഷേ പിന്നെ ആളെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്തും വെക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്. ഇതെനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് എന്താ പറയുക അയച്ചു തന്നതാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള വളയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ റിങ്ങും കാര്യങ്ങളും എല്ലാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ആളെന്നെ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇൻസ്റ്റയിൽ അവർക്ക് മെസ്സേജിൽ അയച്ചിട്ടുണ്ടായിന്. എന്നിട്ടും അതിന് റീപ്ലൈ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ അങ്ങനെ ഷെയർ ആക്കാമെന്ന്. കാര്യം നമുക്കിത് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതല്ലേ. അപ്പോൾ അങ്ങനെ ഷെയർ ആക്കുന്നതാണ്. ഇതിനെല്ലാം നിങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങുന്നവരാണെങ്കിൽ എന്തായാലും വിശ്വസിച്ചിട്ട് വാങ്ങിക്കോ. നല്ല ക്വാളിറ്റിയിലതാണ്. നമ്മൾ ഡയമണ്ട് റിങ്ങിനെക്കാട്ടിലും നല്ലോണം ഒരു നല്ല ഷൈനിങ്ങും തിളക്കല്ലും ഉണ്ട് കേട്ടോ. ഈ കല്ലിന് ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ. അടിപൊളി കമ്മലും. ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ഈ ഒരു മാലയെല്ലാം കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്തോ. കുഞ്ഞുകുട്ടികൾക്കെല്ലാം നമുക്കിപ്പോൾ സ്വർണ്ണം വാങ്ങിക്കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്തൊന്നും പോകുമ്പം. അപ്പം കുട്ടികൾക്കെല്ലാം വാങ്ങിക്കൊടുക്കാനെല്ലാം അടിപൊളിയാണ്. എല്ലാവർക്കും തന്നെ എന്തായാലും ചെക്ക് ചെയ്തോ. പിന്നെ ആ ഒരു കഞ്ഞിയിലെ ഞാൻ അരിയിലെ കഴുകിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം വെന്തുടയണം കേട്ടോ. ആ ഒരു ടൈമിൽ തക്കാളി എന്ന് പറയുന്നത് വത്തിയും കാര്യങ്ങളും എല്ലാം കട്ടാക്കി വെക്കലാണ്. ഞാൻ അധികം സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന എന്തിട്ടാണെന്നറിയോ. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പണിൻ്റെ ഇടയിലായിരിക്കും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി ചെയ്യുത്താന്നല്ല കമൻറ്റ് കാണലുണ്ട്. അങ്ങനെ ഡെയിലി ചെയ്യാണെല്ലാം വിചാരിക്കും. പക്ഷേ ആവില്ല. കാരണം ഞാനിപ്പം ആദ്യം ഒരു റമദാൻ വ്ളോഗ് ചെയ്തിട്ട് ഇപ്പോൾ 7 ദിവസം എങ്ങാനുമായി. കാര്യം കഴിയൂല കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളല്ലേ. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി മാത്രം അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ വത്തയാണ് ജ്യൂസായിട്ട് ഉണ്ടാക്കുന്നത്. ജ്യൂസായിട്ട് വത്തൊന്ന് കട്ടാക്കി എടുക്കലാണ്. ഷമാമുണ്ട് നല്ല പഴുത്തത്. അപ്പോൾ അത് ജ്യൂസാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഷമാമില്ലേ വലിയ ഫ്ലേവറൊന്നും ഇല്ലാത്തല്ലേ, വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തല്ലേ. എന്നാലും പഴുത്തത് ഉണ്ടായതുകൊണ്ട് ഞാനങ്ങനെ പാലിൽ അടിക്കലാണ്. അപ്പോൾ ഷമാമിൻ്റെ തോലും കാര്യങ്ങളെല്ലാം അങ്ങനെ കളഞ്ഞെടുക്കലാണ്. ഇത് വെച്ചിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ. അത് മോശമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതിൻ്റെ തൂലും കാര്യങ്ങളെല്ലാം കളയലാണ്. ഇത് നല്ല പഴുത്തതെല്ലാം ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ചിലത് ഒരു മധുരം ഒന്നും ഇല്ലാത്ത പോലെയല്ലേ ഫീൽ ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ ഭയങ്കര ഹെൽത്ത് നോക്കുന്ന ആളാണ്. എന്താ പറയുക ഓറഞ്ച് ജ്യൂസ് ഡോക്ടർ വേണ്ടാന്നിട്ട് അങ്ങനെ ഒഴിവാക്കിയെന്നെല്ലാം. അപ്പില്ലേ നല്ല കാര്യമാണ് കേട്ടോ. നമ്മൾ ഓരോരോ ഡോക്ടേഴ്സ് പറയുമ്പോൾ അതുപോലെ കേട്ടുകഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം നമുക്കുണ്ടാവും. കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ഓറഞ്ച് ജ്യൂസ് ഇല്ലാണ്ട് നോമ്പുറിക്കാത്ത ഒരു സമയം ഉണ്ടായിന് പക്ഷേ അന്നേരമല്ലേ യൂറിക് ആസിഡിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷേ ഇപ്പം ഈ പ്രാവശ്യത്തെ നോമ്പിന് ഓറഞ്ച് ജ്യൂസും ഓറഞ്ചും അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇതുവരെ ആ ഒരു പ്രശ്നമില്ല അൽഹംദുലില്ലാ. പിന്നെ ഞാൻ പറയില്ലേ വീട്ടിൽ സ്നാക്ക് ഉണ്ടാക്കലാന്ന്. ചിലരെങ്കിലും വിചാരിക്കും ഓളെന്താന്ന് വലിയ സ്നാക്ക് ഉണ്ടാക്കലില്ല. സ്നാക്ക് ഉണ്ടാക്കൽ വലിയ തെറ്റൊന്നുമല്ല തെറ്റായിട്ടൊന്നല്ല കേട്ടോ. ഞാനും സാധാ പണ്ട് മുതലേ ഈ സ്നാക്കെല്ലാം കഴിച്ച് അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. ഉണ്ടായിട്ടുണ്ടായിന് സ്നാക്ക് ഇല്ലെങ്കിൽ എന്തോ ഒരു സങ്കടം പോലെയാണെന്ന് എനിക്ക് തോന്നൽ. പക്ഷേ ഇപ്പം കുറച്ച് കാര്യങ്ങൾ മാറി ചിന്തിച്ചേരില്ലേ. നമുക്ക് ആ നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള ഒരു ക്ഷീണം, അലസത, എന്താ പറയുക നിസ്കരിക്കാനുള്ള മടി, ഓതാനുള്ള മടി കാര്യങ്ങളെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച പാടന്നെ ജ്യൂസും ഫ്രൂട്ട്സല്ലേ കഴിക്കുന്നത്, ഈത്തപ്പഴം അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ നമസ്കാരം കഴിഞ്ഞിട്ടാണ് മെയിൻ ഫുഡ് കഴിക്കുന്നത്. അപ്പം നല്ല മാറ്റം ഫീൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ ഷെയർ ആക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ സ്നാക്ക് കഴിക്കൂല എന്നൊന്നും ഒരിക്കലും പറയൂല. മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കലും ഉണ്ട്.
ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു കഞ്ഞി തിളപ്പിക്കാൻ വെച്ചിട്ടില്ലേ, അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നാൽ ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒരു തേങ്ങൻ്റെ കട്ടിപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. അധികം വെള്ളം ഇല്ലാണ്ട് നല്ല കട്ടിപ്പാലുണ്ടാവില്ലേ, അതെന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചേർത്ത് കൊടുക്കലില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കഞ്ഞി. നമ്മൾ നോമ്പിൻ്റെ ടൈം ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ മാങ്ങയും കാര്യങ്ങളെല്ലാം കട്ടാക്കി എടുക്കലാണ്. ആ ഒരു കഞ്ഞിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തില്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുക. എന്താ പറയുക, നല്ല സെറ്റായി കേട്ടോ. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയതാണ്, വേറൊരാൾക്ക് കൊടുക്കാനുണ്ട്. എന്താ പറയുക, ആണപ്പത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ ആണപ്പത്തിലെല്ലാം ബോൾസാക്കി എടുത്തിട്ടില്ലേ, അതെല്ലാം ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതാ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട്, അതും കൂടി ഓഫ് ചെയ്യലാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം, കണ്ണൂർ ഈ ഒരു ഭാഗത്തെല്ലാം എല്ലാ ദിവസവും ഈ ഒരു കഞ്ഞി ഉണ്ടാവും കേട്ടോ. കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമെന്ന്, എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, ഞാനങ്ങനെ കുടിക്കലൊന്നുമില്ല. എന്നാലും എല്ലാവരും ഉമ്മയും ഉപ്പയും കാക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കഞ്ഞിയാണ്, അതുകൊണ്ട് ഉണ്ടാക്കും ഇടയ്ക്ക്. ഇനിയിപ്പോൾ ഇതാ റൂഹ് ഹഫ്സ വെച്ചിട്ട് വത്ത ചെയ്തെടുക്കലാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു വേവിക്കാൻ വെച്ച ബീഫില്ലേ, അതെല്ലാം കുക്കായിട്ട് വന്നിട്ട് അതിൻ്റെ വിസിൽ അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല വിസിലൊന്നും. അപ്പോൾ ഇതാ നല്ല എന്താ പറയുക, ബീഫിൽ നിന്ന് തന്നെ ഓയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റെല്ലാം ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ അരച്ച ആ ഒരു തേങ്ങയില്ലേ, മഞ്ഞളെല്ലാം ചേർത്തിട്ട് വറുത്തിട്ടുള്ള, അത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചിട്ട് അരിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പം കുറച്ച് ലൂസായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അരി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടില്ലേ തേങ്ങ വറുക്കുമ്പം, അതുകൊണ്ട് തന്നെ ഇത് കട്ടിയായിട്ട് വരും കേട്ടോ. ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മല്ലിയിലും കറിവേപ്പിലയും ചേർത്തിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. ആ ഒരു ടൈമിൽ ഇതാ ഞാൻ റൂഹ് ഹഫ്സ വെച്ചിട്ടുള്ള ആ ഒരു വത്തൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കലാണ്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കലാണ്. പിന്നെ എന്നോട് അധികം കമൻറ്റിൽ ചോദിക്കലുണ്ട് എന്താ കോഫിയിലൊന്നും പഞ്ചസാര ഇടാത്തതെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക് മധുരം ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ എന്താ പറയുക, ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് എനിക്കും മക്കൾക്കും ആണ് കേട്ടോ. റൂഹ് ഹഫ്സ എനിക്ക് കുറച്ച് മധുരമെല്ലാം വേണം, എന്നാലും ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പം കഴിക്കൂല, സ്കിന്നിനൊന്നും നല്ലതല്ല, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. അപ്പം അങ്ങനെ കുറക്കുന്നല്ലാണ്ട് പിന്നെ ഞാൻ വിചാരിക്കും പഞ്ചസാര ഒന്നും ഇടാണ്ട് കഴിച്ചിട്ട് എന്തിനാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനങ്ങനെ കഴിക്കലുണ്ട്. ഞാനിപ്പോൾ ഇതാ റൂഹ് ഹഫ്സ ഉണ്ടാക്കലാണ്. സ്നാക്ക് ഉണ്ടാക്കിയാലും ഇങ്ങനത്തെ മധുര ഐറ്റംസ് ഉണ്ടാക്കിയാലും ഒക്കെ കഴിക്കൂല. മധുരക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, നല്ല ഇഷ്ടമാണ്. ഞാൻ എന്തുണ്ടാക്കിയാലും കഴിക്കും. പക്ഷേ എന്നോട് പറയും നീ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു പോകും, പ്ലീസ് ഉണ്ടാക്കല്ലേ, മുമ്പിൽ കാണുമ്പോൾ കഴിച്ചു പോകും എന്നെല്ലാം പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കുറക്കുന്നതാണ് കേട്ടോ. നമ്മളൊരു വീട്ടിൽ ജീവിക്കുമ്പോൾ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കണ്ടേ, അങ്ങനെ ഒഴിവാക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ നമ്മുടെ അണപ്പത്തിലില്ലേ, അതും കുക്കായിട്ട് വന്നിട്ട് അത് തണിഞ്ഞ് വന്നേരം ഞാനിതാ ഈ ഒരു വലിയ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കലാണ്. ഇതൊരു 20 മിനിറ്റ് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ, വേവിച്ചെടുത്താൽ മതി. അതിലേക്ക് ഞാനിതാ കുറച്ചധികം തന്നെ കറി അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കലാണ്. ഇതിപ്പം അധികമായിട്ട് തോന്നും, പക്ഷേ ഇതൊന്ന് കുറുകി വരുമ്പില്ലേ നല്ല സെറ്റായിട്ട് കുറച്ചധികം കറി തന്നെ വേണം. ഇത് കണ്ടിൽ നല്ല യെല്ലോ കളറായിട്ട് തേങ്ങാപ്പാലും മുളകെല്ലാം കുറച്ചിട്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് മഞ്ഞൾ എന്താ പറയുക, മല്ലിച്ചപ്പും പിന്നെന്താ കറിവേപ്പിലും എല്ലാം ഇട്ട് കൊടുക്കലാണ്. നമ്മൾ മല്ലിച്ചപ്പ് എന്നല്ലോ പറയല്ലോ കേട്ടോ കണ്ണൂർ ഭാഷയിൽ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക. എന്താ പറയുക, നമ്മൾ ബിരിയാണിയെല്ലാം ചെയ്യൂലേ അതുപോലെ. ആ ഒരു ടൈമിൽ ഇതാ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കഞ്ഞി എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നമ്മൾ അധികം ആൾക്കാരും എന്താ പറയുക തരിക്കഞ്ഞിയിൽ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നില്ലേ, അതുപോലെ ഈ ഒരു ബിരിയാണി അരി വെച്ചിട്ടുള്ള ഈ ഒരു കഞ്ഞി നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഇതാ അതും സെറ്റായി, അതും എല്ലാം സെർവ് ചെയ്യലാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ആണപ്പത്തിലിൽ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ചിട്ട് ആ ഒരു കറിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ആ ഒരു അപ്പത്തിനും കൂടി പിടിക്കണം. ഞാനിതാ അടച്ചു വെക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ജ്യൂസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം പണികൾ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇർഫാന അത്താഴത്തിന് എന്താ കഴിക്കലെന്നെല്ലാം കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. മാഷാല്ലാ എല്ലാവരും കമൻറ്റ് വായിക്കുന്നുണ്ട് കേട്ടോ. ഞാനില്ലേ അത്താഴത്തിന് ഒന്നുകിൽ പത്തിലുണ്ടാക്കും, എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ, ഇങ്ങനെ ആണപ്പത്തിലെല്ലാം ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും. പിന്നെ ബിരിയാണിയിലായ ദിവസമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പഴം വേവിച്ചിട്ട് അതിൽ തേങ്ങയിലിട്ടിട്ട് അങ്ങനെ കഴിക്കും. ചായ കുടിക്കാൻ ആഗ്രഹമുള്ള ദിവസമാണെങ്കിൽ ചായ കുടിക്കും.
പിന്നെ ഭയങ്കര ഹെൽത്ത് നോക്കുന്നു വിചാരിച്ചിട്ടൊന്നും ചെയ്യാണ്ടിരിക്കുകയൊന്നും ചെയ്യില്ല. എന്നാലും നമ്മളതായ രീതിയിലൊന്ന് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, നമ്മൾ ടേബിളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ചെറുതായിട്ടൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. എന്നിട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടില്ലേ വേറൊരാൾക്ക് കൊടുക്കാനുണ്ടെന്ന് ഫുഡ്, അതുകൊണ്ടാണ് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയത്. അതെല്ലാം ഒന്ന് സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഏകദേശം പണി തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും മുറിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാര്യം എന്താ പറയുക, നല്ല പണിയാണെന്നതെല്ലാം ആ ഒരു ടൈമെല്ലാം വീഡിയോ എടുക്കുമ്പോൾ. അതുകൊണ്ട് പിന്നെ ആ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക, നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് മെയിൻ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ. ആ ഫുഡ് കഴിക്കും മുമ്പേ ചൂടോടെ തന്നെ ഞാൻ ഒരാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അത് സെർവ് ചെയ്തെടുക്കലാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ അണപ്പത്തിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. ആ ഒരു യെല്ലോ കളറായിട്ട് നല്ല തേങ്ങാപ്പാലിലെല്ലാം എന്താ പറയുക തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റിലായിട്ട് അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിട്ട് തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.